എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ, കുന്നമംഗലം, വടകര, മഞ്ചേരി, മേപ്പാടി, തിരൂർ, പെരിന്തൽമണ്ണ ആൻഡ് UAE. പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡിൽ മത്സ്യ മാർക്കറ്റിന് സമീപമാണ് മുനിസിപ്പൽ ടവർ നിർമ്മാണം നടക്കുന്നത്. കിഫ്ബി ഫണ്ടിൽ നിന്നും 10 കോടിയോളം രൂപയാണ് കെട്ടിടം നിർമ്മിക്കുന്നതിനായി അനുവദിച്ചിട്ടുള്ളത്. ഇതിൽ 9.65 ലക്ഷം രൂപയാണ് എഗ്രിമെന്റ് തുക. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് നിർമ്മാണ ചുമതല. ഇപ്പോൾ ടെസ്റ്റ് പൈലിംഗ് നടത്തി ബലപരിശോധന ഉറപ്പുവരുത്തുന്ന പ്രവൃത്തികളാണ് നടക്കുന്നത്. ഗ്രൗണ്ട് ഫ്ലോർ അടക്കം 5 നിലകളിലായാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. മുഹമ്മദ് മൂസിൻ MLA, പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ എന്നിവരുടെ നേതൃത്വത്തിൽ ചൊവ്വാഴ്ച ഉച്ചയോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ സ്ഥലം സന്ദർശിച്ചു. ഓരോ സെക്ഷനും പ്രത്യേകം ഓഫീസുകൾ കെട്ടിടത്തിൽ സജ്ജീകരിക്കും. പൊതുജനങ്ങൾക്ക് ഇരിക്കുന്നതിനും മറ്റുമായുള്ള സൗകര്യങ്ങളും കെട്ടിടത്തിൽ ഉണ്ടാവും. കെട്ടിടം പണി പൂർത്തിയാവുന്നതോടെ മുഴുവനായും എയർ കണ്ടീഷൻ ചെയ്ത കേരളത്തിലെ ആദ്യത്തെ കെട്ടിടമാവും ഇതെന്ന് മുഹമ്മദ് മൂസിൻ MLA പറഞ്ഞു. പട്ടാമ്പി മുനിസിപ്പൽ ടവർ അതിൻ്റെ നിർമ്മാണം ടെസ്റ്റ് പൈലിംഗ് അടക്കമുള്ള പൈലിങ്ങിൻ്റെ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ ടെസ്റ്റ് പൈലിങ്ങും എടുത്ത് അതിൻ്റെ സ്ട്രെങ്ത് പരിശോധിച്ച് അതിനനുസരിച്ചിട്ടാണ് നിർമ്മാണം പുരോഗമിക്കുക. ULCC ആണ് അത് ഏറ്റെടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാനും ചെയർപേഴ്സണൊക്കെ ഇവിടെ വിസിറ്റ് ചെയ്തത്. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി വളരെ നന്നായി അതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, പട്ടാമ്പി മുനിസിപ്പൽ ടവർ അടക്കം, റവന്യൂ ടവർ അടക്കമുള്ള, അതുപോലെ നമ്മുടെ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളടക്കം സർക്കാരിൻ്റെ ഒരു പദ്ധതിയാണ്. കേരളത്തിലെ എല്ലാ സർക്കാർ ഓഫീസുകളും സ്മാർട്ട് സൗകര്യങ്ങളുള്ള മികച്ച ഓഫീസുകളാക്കി മാറ്റുക എന്നതിൻ്റെ ഭാഗമായിട്ടാണ് കിഫ്ബി വഴി 10 കോടി അനുവദിച്ച് 9.65 ലക്ഷം രൂപ അഗ്രിമെൻ്റ് വെച്ചുകൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം നടക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഫുള്ളി എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള കേരളത്തിലെ ആദ്യത്തെ മുനിസിപ്പൽ ടവർ കൂടിയാണ് ഇവിടെ വരാൻ പോകുന്നത്. ഗ്രൗണ്ട് അടക്കം 5 ഫ്ലോർ, അതായത് G+4 ആണ് ഇതിൻ്റെ 4 ഫ്ലോറുകളും ഗ്രൗണ്ടും അടക്കം 5 ഫ്ലോറുകളുള്ള കെട്ടിടമാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ നിർമ്മിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഓരോ മുനിസിപ്പൽ ഓഫീസിൻ്റെ അകത്തുള്ള ഓരോ സെക്ഷനുകൾക്കും പ്രത്യേകമായിട്ടുള്ള ഓഫീസുകളുണ്ടാവും. അതുപോലെ തന്നെ ആളുകൾക്ക് ഇരിക്കാനും പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് വെയിറ്റിംഗ് ഏരിയ അടക്കമുള്ള സൗകര്യങ്ങളുണ്ടാവും. പുറത്തും അത്യാവശ്യം വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ട് ഏറ്റവും ആധുനികമായിട്ടുള്ള ഓഫീസ് സൗകര്യമാണ് വരുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ വളരെ വേഗത്തിൽ ആളുകൾക്ക് ഫയൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ കൂടി ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നതാണ്. ഈ മുനിസിപ്പൽ ടവർ യാഥാർത്ഥ്യമാകുന്നതോടുകൂടി പട്ടാമ്പി മുനിസിപ്പാലിറ്റി ഇങ്ങോട്ട് മാറുമ്പോൾ വലിയൊരു മാറ്റം അതിൻ്റെ ഭാഗമായിട്ടുണ്ടാവും. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, പട്ടാമ്പി ടൗണ് മുനിസിപ്പാലിറ്റി ടൗണിൻ്റെ ആസ്ഥാനം എന്നുള്ള നിലക്ക് ആ മുനിസിപ്പാലിറ്റിയുടെ ആസ്ഥാനം ഇങ്ങോട്ട് മാറുമ്പോൾ പട്ടാമ്പി ടൗണിൻ്റെയും ചില രൂപഭാവങ്ങളിലൊക്കെ മാറ്റം വരുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ടാണ് മുന്നോടിയായിട്ട് നമ്മളിവിടെ ബൈപ്പാസ് റോഡിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത്.